ഹേ ഗായ്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര നാളായല്ലേ? ഒരു 3-4 മാസമായെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തൊരു വീഡിയോ പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട്, ഇൻട്രോ പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് കുറേ നാളായി വന്നിട്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്നലെ ഈസ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഞങ്ങളും ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻ്റ് ഒന്നുമില്ല, എന്നാലും ചെറിയ എൻ്റെ ഒരു രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LP Tales. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്, നല്ല ചൂടാണ് ഇപ്പോൾ. അവിടേക്ക് എങ്ങനെയുണ്ട്? നല്ല ചൂടാണോ? മഴയുണ്ടോ? ചില സമയത്ത് മഴ പെയ്യുമ്പോൾ ആ സമയത്തൊരു ആശ്വാസം ഉണ്ടെങ്കിലും ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചത്. രാവിലെ തന്നെ ഓട്സിൻ്റെ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞുകൊണ്ട് ബിരിയാണിയും ചിക്കനും ബീഫൊക്കെ ആയിരുന്നു ഇന്നലെ ഫുള്ളായിട്ട്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ രാവിലെ ഓട്സിൻ്റെ ദോശ ബാറ്ററൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ഉണ്ടാക്കണം, അതിന് ചെറിയൊരു ചട്നിയും കൂടെ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ. പിന്നെ എന്താണ്, കുറേ നാളായതുകൊണ്ട് എന്താ പറയേണ്ടത്, ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ. കുറേ നേരമായി നോക്കുന്നു, ഓരോന്ന് പറയാം, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എന്താ ഇപ്പോൾ ക്യാമറ തന്നെയാണെങ്കിൽ ഇവിടെ നോക്കണോ അവിടെ നോക്കണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾക്ക് തുടക്കക്കാരല്ലേ, കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒപ്പീനിയനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായി പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോയാലോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട്, അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്ക് വരും വീഡിയോകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ദോശയുടെ മാവ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ചട്നി, നമുക്ക് തക്കാളീൻ്റെ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഈ കുറച്ചും കൂടി ദോശ കൊണ്ട് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അതെ, തക്കാളിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പയ്യെ പരിപാടിയിലേക്ക് നടക്കാം. കാരണം ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ഒക്കെ ആയിട്ട് നോക്കാം. ഇങ്ങനെ പ്രായമൊക്കെ ആയിട്ട് വരികയല്ലേ, അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ തക്കാളി സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കട്ടെ. നമുക്കതിന് വേണ്ടത്, ഇപ്പം ഞാൻ ചെറിയൊരു തട്ടിക്കൂട്ടി ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്. തക്കാളി, വെളുത്തുള്ളി, പിന്നെ സവാളയൊക്കെ വെച്ചിട്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറയാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ചില സമയത്തൊന്നും കിട്ടത്തില്ല. എന്നാൽ ഈ ക്യാമറ ഓഫാക്കി വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ ശരിയാ, പോകെല്ലാം ശരിയാവുമായിരിക്കും. എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കെല്ലാം നല്ലതായി പ്രതീക്ഷിക്കാം അല്ലേ? പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും എന്തെങ്കിലും വിഷയം. ഇപ്പം പിള്ളേർക്കൊക്കെ സ്കൂൾ അടച്ചിരിക്കുകയാണ്. എനിക്കും വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചാൽ എനിക്കും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സ്കൂളൊക്കെ അടച്ചുകൊണ്ട് ഇതെങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസത്തോട്ട് പയ്യെ പയ്യെ പോയി തുടങ്ങണം. ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പയ്യെ പോയി തുടങ്ങണം. അതുവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്തായാലും ഈ കുറച്ച് ദിവസം കൂടി ഉള്ള സമയമൊക്കെ ഷടപടേന്നാണ് പോകുന്നത്. ഇന്നലെ സ്കൂൾ അടച്ചു, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായി. അപ്പോൾ സമയമൊക്കെ ഷടപടേന്ന് പറഞ്ഞാൽ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചാൽ ചിലർ എന്തിനാണ് എടുത്തു വെക്കുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് വേറെ കാര്യമൊന്നും ഗുണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തു വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പല സമയത്തും എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടാറില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടാറില്ല. ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ തോന്നുക തന്നെ. അത് കുറേ കാലമായാലും എന്തിനിപ്പോൾ എടുക്കാതിരിക്കുന്നതെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ജസ്റ്റ് വെറുതെ ഒരു മോർണിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാതാനും വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഫാമിലിക്കും അറിയുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ. കാരണം നമുക്ക് ഇപ്പോൾ ഈ സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരുപാട് മനസ്സിലായി. ചെറിയ എന്താ പറയുക, യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ, അതിൽ എത്ര വീഡിയോസാണെന്നറിയോ അവരൊക്കെ ഇട്ട് തുടങ്ങുന്നത്. അങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അവരുടെ എഫേർട്ട് മനസ്സിലായാലും അവരുടെ സ്ഥാനത്ത് വന്ന് നിന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സബ്സ്ക്രൈബ്, നമുക്ക് പൈസ മുടക്കുള്ള കാര്യമൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നാൽ മാത്രമേ ഏതെങ്കിലും കാലത്ത് നമുക്കും ഇതേപോലെ കിട്ടത്തുള്ളൂ എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷ. നമുക്ക് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട, എപ്പോഴെങ്കിലും നമുക്കതിനുള്ള ഫലം തിരിച്ച് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ തക്കാളി ചട്നി വർത്താനം മാത്രം നടക്കുന്നു, തക്കാളി ചട്നി നടക്കുന്നൊന്നുമില്ല. എന്തായാലും ഇത് വേഗം ഒന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് വേണം കഴിക്കാൻ. ഇപ്പം സമയം 9 മണി കഴിഞ്ഞു. ഇത്ര നേരം വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നലത്തേൽ നിൽക്കുമായിരുന്നു. ഇനിയും പയ്യെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് പിന്നെ വിശക്കത്തില്ല, ഫുള്ളും അങ്ങനെ ഒരു ക്രമം തെറ്റിപ്പോവും. അപ്പം നമ്മൾ മാക്സിമം കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക മാക്സിമം. എന്നാലും ഞാൻ എത്ര ഡയറ്റ് എടുക്കാൻ ശ്രമിച്ചാലും ഉണ്ടല്ലോ അത് നടക്കത്തില്ല, പയ്യെ എങ്ങനെയെങ്കിലും അത് തെറ്റിപ്പോവും. ഞാനത് എടുക്കണമെന്ന് വെച്ചാൽ സ്ട്രിക്റ്റായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നടക്കും, പിന്നെ അത് വീണ്ടും പാളിപ്പോവും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് പരിപാടി. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. ചിലവർക്കുണ്ട് കേട്ടോ ഭയങ്കര മെനക്കെട്ടിയാണ്, പക്ഷേ എനിക്ക് അമ്മനെ കിട്ടിയില്ല. ഞാനിത് തുടങ്ങും അവസാനിപ്പിക്കും, ഇതൊക്കെ തന്നെ പരിപാടി. എന്തായാലും ഡിസൈനൊക്കെ നോക്കി തക്കാളി വെട്ടാൻ പറ്റത്തില്ല, എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിനി ഇത് പയ്യെ അടുപ്പത്ത് കയറ്റാനുള്ള പരിപാടികൾ നോക്കാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ചടേന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കെന്താ ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് നടക്കാം. സോഫ അപ്പോൾ അതൊക്കെ ഓണാക്കട്ടെ. അങ്ങനെ നമുക്കിത് കത്തിക്കണമല്ലോ, കത്തിക്കാതെ പരിപാടി നടക്കത്തില്ലല്ലോ. അപ്പോൾ അതെ ഇതിൻ്റെയൊക്കെ പണീൻ്റെ ഇടയ്ക്ക് ഏകദേശം വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ആകെപ്പാട് 2 പൊടി ആഡ് ചെയ്യുന്നുള്ളൂ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കുറച്ച് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. എനിക്കിന് കുറച്ച് എരിവ് ഇഷ്ടമാണ്, എനിക്ക് കുറച്ചും കൂടെ സ്വീറ്റിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം സ്പൈസി കേട്ടോ. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒരു തംസപ്പ് ഇട്ട് പറഞ്ഞാൽ മതി. എനിക്ക് കുറച്ചും എരിവിനോടാണ് താല്പര്യം. ചില സമയത്ത് മധുരം കഴിക്കാൻ തോന്നുമെങ്കിലും കൂടുതൽ എനിക്ക് എരിവുള്ള സാധനങ്ങൾ കഴിച്ചാലേ എനിക്ക് സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. ഇപ്പോൾ വിശന്നിരിക്കുവാണെങ്കിലും എനിക്ക് മധുരം കഴിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ എന്തോ മനസ്സിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എരിവുള്ള സാധനം കഴിച്ചാലേ വയറ് നിറയത്തുള്ളൂ എന്നൊരു ചിന്ത എനിക്ക്. ഇപ്പോൾ ജ്യൂസ് കുടിച്ചാലോ ആ സമയത്ത് ദാഹം ശമിക്കുന്നല്ലാതെ എനിക്കൊരു സംതൃപ്തി കിട്ടത്തില്ല. എനിക്ക് ഇതേപോലെ നല്ല എരിവുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പൈസി മസാല സാധനം കഴിച്ചാൽ മാത്രമേ എനിക്ക് ആ കഴിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കഴിച്ചാൽ എനിക്ക് അങ്ങനെ ഇതാവത്തില്ല. അങ്ങനെ എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, ജസ്റ്റ് ഒരു തംസപ്പ് ഇട്ട് പറയാമല്ലോ എത്ര പേരുണ്ട് എന്നെപ്പോലത്തെ സാധനങ്ങളെന്നൊക്കെ. അപ്പോൾ ഇതെന്തായാലും ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം, വേറെ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ കഴിച്ചതാണ് ആ സാധനം, ചട്നീൻ്റെ സാധനം അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇച്ചിരി ആറാൻ വെക്കണമല്ലോ. ചൂടോടെ എടുത്ത് മിക്സിക്കകത്ത് നമുക്ക് ഇട്ടാൽ പൊട്ടി വെച്ചാലോ, അതൊന്ന് ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊരു കാര്യം ഓർത്തത്, ഇവിടെ കുറച്ച് കേക്ക് ചുമ്മാ ഇരിക്കില്ല, വെറുതെ വായിക്ക് റെസ്റ്റ് കൊടുക്കണ്ട. നമുക്കെന്തായാലും നോക്കട്ടെ ഉണ്ടോ എന്ന്. അയ്യോ ഇതൊക്കെ ഈസ്റ്റർ കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്. എൻ്റെ വീട്ടിലേന്നല്ല, എല്ലാവരുടെയും ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ എന്താ ചെറിയൊരു പീസ് കേക്ക് അതിനകത്ത് ഇരിപ്പുണ്ട്, ജസ്റ്റ് കഴിച്ചേക്കാൻ വെറുതെ തന്നെ വായിക്ക് റെസ്റ്റ് കൊടുക്കുന്നേ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ ആ ട്രാക്കിലേക്ക് പയ്യെ വരാൻ തുടങ്ങി കേട്ടോ. കാരണം ആദ്യമൊക്കെ കുറേ നേരമായി ഞാൻ ഹലോ ഗൈസ് ഹേ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്യട്ടെ, എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യട്ടെ പ്ലീസ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പോകെ ഇതും കറക്റ്റായി വരുമായിരിക്കും. എല്ലാവരുടെയും എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അമ്മേ ഒരു മിനിറ്റ് നിരങ്ങി പോകുന്നു. ഞാൻ സ്റ്റാൻഡിലല്ല വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിരങ്ങി പോകുന്നുണ്ട്. ഓക്കെ, എന്തുവാട്ടെ, ഞാൻ പിടിച്ചോളാം, ശരിയാവുമല്ലോ. എനിക്ക് ഈ റിസ്ക് എടുക്കാൻ ഫോൺ വല്ലതും പോയാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് നാളെ എൻ്റെ കെട്ടിയോൻ്റെയും
ഈ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. മാക്സിമം പെട്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 22-ാം തീയതി എൻ്റെ ഇച്ഛേൻ്റെയും വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു ഈസ്റ്ററിൻ്റെ അന്ന്. കാരണം 22-ാം തീയതി ഇവിടെ അങ്ങനെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി ജസ്റ്റ് കുറച്ച് ഇരുന്നതാണ്. അപ്പം കഴിച്ചേക്കെന്ന് വെച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കും കിട്ടുന്നില്ല. എന്തായാലും നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. ഞാൻ ബാക്കി കാര്യങ്ങൾ റെഡി ആയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഇത് ചെറുതായിട്ട് ആറിയിട്ടൊക്കെ ഉണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കണം. സമയം ഇപ്പോൾ കുറച്ചായിട്ടോ വീഡിയോ ഒക്കെ എടുത്തെടുത്തിട്ട് സമയം 10 മണിയാവാനായി. നമുക്കിത് അരച്ചിട്ട് വേഗം വരാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. കറിവേപ്പിലൊക്കെ ഇടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതാക്കിയിട്ടൊക്കെ ഇട്ട് ഡിങ്കിടാക്കി ഡഗി എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കിതിനകത്ത് ചൂടാക്കി എടുത്തിട്ട് വരാം. ഗൈസ്, അങ്ങനെ ചട്നി നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കാൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിത് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇപ്പുറത്ത് ഇത് വയ്ക്കാം. കറി അവിടെ പയ്യിരുന്ന് ആയിക്കോട്ടെ. ചൂണ്ട് ചൂണ്ട് ചൂണ്ട്. അപ്പോൾ അതവിടെ പയ്യിരുന്ന് ആയിക്കോട്ടെ. നമുക്ക് ആ സമയത്ത് ദോശ ഉണ്ടാക്കാം കേട്ടോ. നല്ല ദോശ വേണോ? എന്തൊക്കെയോ കാണിച്ചു പോയിട്ട് ദോശ ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ദോശ. മൊത്തം പിടിക്കുന്നത് മൊത്തം അബദ്ധമാണല്ലോ ഇമേ. അപ്പോട്ടെ സാരമില്ല. നമുക്ക് നല്ല ഹെൽത്തി ഓട്സ് ദോശ ഉണ്ടാക്കാം ഇന്ന്. ഞാൻ ജസ്റ്റ് മുറുകയായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് ഇതായിപ്പോയി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താ. നമുക്കിനി ഇതൊന്ന് ചൂടായിട്ട് വരണം. ആ സമയത്ത് നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. സങ്കടപ്പെടണ്ട, ഇങ്ങനെ മൈൻഡാക്കിയില്ല എന്നൊരിത് വേണ്ട. നമുക്ക് മാവ് പരത്താം. മര്യാദ വാ. അത് തന്നെ. അല്ലെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ പറയാം, ദോശയ്ക്ക് മര്യാദയ്ക്ക് വരാനും പറ്റത്തില്ല. ഇതൊക്കെ എന്തെന്നാണിത്? ദോശ വരെ പണി തന്നുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ദോശ പോലും മര്യാദയ്ക്കാവത്തില്ല. സാരമില്ല, ഏതെങ്കിലും കൊളുത്തിരിക്കുക, കഴിച്ചാൽ പോരെ. ദോശ ചെറുതായിട്ട് പണി തരുന്നുണ്ടോ എന്നൊരു സംശയം. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. ചെറുതായിട്ട് പണി കിട്ടിയോ എന്നൊരു സംശയം. അപ്പോൾ ഗൈസ്, നമ്മുടെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഹെൽത്തി ഓട്സ് ദോശയും തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം കേട്ടോ. സത്യസന്ധമായിട്ട് പറയുന്നതായിരുന്നു. മറ്റേ ദോശേൻ്റെ പോലത്തെ ഒരു ഇതൊന്നും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഹെൽത്തി ആണെന്ന് വിചാരിച്ചാൽ കഴിക്കാം. ചട്നി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദോശ അത്ര സുഖമായില്ല. ദോശ സുഖമായില്ലെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ദോശ കഴിയുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല. അത് കിട്ടുന്നില്ല. ഞാൻ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് സാക്രിഫൈസ് ചെയ്യണമല്ലോ, നല്ലൊരു ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ. ഇരിക്കട്ടെ, ഞാൻ കുഴപ്പമില്ല കേട്ടോ. കഴിക്കാൻ പറ്റായി ഒന്നുമില്ല. ചട്നിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ കുഴപ്പമില്ല കേട്ടോ. മൊരിഞ്ഞിരിക്കുന്ന സ്ഥലത്തൊക്കെ ടേസ്റ്റ് ഉണ്ട്. കട്ട് കൊടുക്കുന്ന സ്ഥലത്താണ്.
അപ്പോൾ ഞാനിന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ചുമ്മാ എന്നെ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ ചെറുതായിട്ട് ഭക്ഷണ കഴിപ്പിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴോർത്തത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഞാൻ ഓർത്തത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് രാവിലത്തെ ഒരു ചെറിയൊരു പരിപാടി അത്രയേ ഉള്ളൂ. കുറേ കാലമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ഥാനത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു Q&A സെക്ഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് തന്നെ വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വരുന്നവരെ എല്ലാവരും കാണുന്നത് വരെ ബൈ ബൈ.